ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 19, പേജ് നമ്പർ 589. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. പദാനുപദം. അനാദിമധ്യാന്തം, ആദിയും മധ്യവും അന്തവുമില്ലാത്തവനായി, അനന്തവീര്യം, അനന്തവീര്യനായി, അനന്തബാഹും, അനന്തമായ ബാഹുക്കളോട് കൂടിയവനായി, ശശി സൂര്യനേത്രം, ചന്ദ്രനും സൂര്യനുമായ നേത്രങ്ങളോട് കൂടിയവനായി, ദീപ്തഹുതാശവക്ത്രം, ദഹിപ്പിക്കത്തക്ക വിധത്തിലുള്ള ജ്വാലകൾ പുറപ്പെടുവിക്കുന്ന വായ ഉള്ളവനായി, ത്വാം അങ്ങയെ, സ്വതേജസ്സുകൊണ്ട്, ഇദം വിശ്വം ഈ വിശ്വത്തെ, തപന്തം തപിപ്പിക്കുന്നവനായി, പശ്യാമി ഞാൻ കാണുന്നു. വിവർത്തനം. അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങയ്ക്കുണ്ട്. വായിൽ നിന്ന് തീ പാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട്. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷന്റെ 6 വിഭൂതികൾക്ക് പരിധിയില്ല. ഇവിടെയും മറ്റു പലയിടത്തും ആവർത്തനങ്ങളുണ്ട്. എന്നാൽ കൃഷ്ണന്റെ വൈഭവത്തെപ്പറ്റി എത്ര വട്ടം ആവർത്തിക്കുന്നതും സാഹിത്യപരമായി ഒരു ദൗർബല്യമല്ല എന്നത്രേ ശാസ്ത്രമതം. സംഭ്രാന്തിയിലും ആശ്ചര്യത്തിലും വികാരാവേശത്തിലും ഒരിക്കൽ പറഞ്ഞതു തന്നെ വീണ്ടും പറയുന്നത് തെറ്റല്ല. ഹരേ കൃഷ്ണ.